ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിശേഷം? സുഖാണോ എല്ലാവർക്കും? അപ്പം അതുപോലെ ചോദ്യങ്ങളല്ലേ. എനിക്ക് കുറച്ച് മീൻ കിട്ടി. കേരയാന്നാ പറഞ്ഞേക്കണേ. കേര നോക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ. കേരയാണോ? ഇത് ചാള. ചാളയുടെ തലയ്ക്ക് വേണ്ടി ഒരുത്തൻ അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. ഇത് കേര. ഞാൻ പറഞ്ഞ 1/2 കിലോ മാത്രമേ മേടിക്കാവൂ, കൂടുതൽ വാങ്ങരുത് പറഞ്ഞു വിട്ട കാരണം ഇന്ന് 1/2 കിലോ മേടിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ വാങ്ങിച്ചുകൊണ്ടെന്നാൽ നമുക്ക് തീരണ്ടേ. ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ, വേസ്റ്റിലിടാനല്ല. അപ്പോൾ അതെ, 1/2 കിലോ കേര. ഇത് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് കഴുകിയെടുത്ത് വലിയ പീസ് ഒന്ന് കണ്ടിക്കട്ടെ കേട്ടോ. അവർ പെട്ടെന്ന് അവർ നുറുക്കണ കാരണം വലിയ പീസാക്കി ഇടും. അപ്പം ഇതൊന്ന് പറ്റിക്കണം. ഇത് പറ്റിക്കാനായിട്ട് ഞാൻ 3 അല്ലി കുടപ്പുളി ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അല്പം ഉലുവാപ്പൊടി. ഇതൊക്കെ എല്ലാം ഞാൻ എന്നും വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യം, ഇന്നാൾ ഞാൻ പോർക്കിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരാം കേട്ടോ. കാരണം അരിക്ക് വെള്ളം വെച്ചേക്കണു. ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കണതിനെ പറ്റിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നെ വിളിക്കേണ്ട ഒരാൾ. അതെ വനിതവൻ. മീനൊക്കെ ഞാൻ കഴുകിയെടുത്തു കേട്ടോ. മീൻ കഴുകി ഉപ്പിട്ട് ഒലച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. എന്തിയടാ, ഞാൻ ചാള നന്നാക്കുമ്പോ തരാന്ന്. പൂച്ച. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കുഴപ്പമില്ലാത്ത മീനാ തോന്നുന്നു. പക്ഷേ കടലിൽ പോണില്ല. ഇതെന്നിരിക്കുന്ന മീനാന്ന് എനിക്കും അറിയില്ല, ഇത് കാണണം നിങ്ങൾക്കും അറിയില്ല. ചോറ് വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പോർക്ക് വെക്കണത്. പോർക്ക് കുക്കറിൽ പോർക്ക് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അതിന് വേണ്ട ഉപ്പും ചേർത്ത് കുക്കറിൽ 3 വിസിൽ, കൂടുതൽ വിസിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പോർക്ക് വെന്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പോർക്കിനകത്തുള്ള ആ വെള്ളം അതങ്ങ് ഊറ്റിക്കളയാം. അതിനകത്ത് ഒരുപാട് നമ്മൾ ചേർക്കണില്ലല്ലോ. മുളകും മല്ലിയും മഞ്ഞളും അല്പം ഗരം മസാലയിൽ ചേർക്കണുള്ളൂ. പിന്നെ ലാസ്റ്റാണ് നമ്മൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് വെളിച്ചെണ്ണ ചേർക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഗരം മസാല, വീണ്ടും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും നമ്മുടെ സവാളയൊക്കെ ഇട്ട് വരട്ടി അതിനകത്ത് അല്പം കുരുമുളക് പൊടിയും ചേർത്ത് ഫ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഈ പോർക്ക് അതിനകത്തേക്ക് ഇടണത്. വെളിച്ചെണ്ണയിലേക്കാണ് പോർക്ക് ഇടുന്നത്. ആ നെയ്യ് കിടന്ന് പോർക്ക് വെന്തിട്ടുണ്ടെങ്കിൽ പോർക്കിൻ്റെ അകത്തെ വെള്ളം പറ്റില്ല. ആ നെയ്യ് ഊറ്റിക്കളഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പോർക്കിൻ്റെ വെള്ളം പറ്റില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണ കിടന്ന് പോർക്ക് വരട്ടിയെടുക്കുക. മനസ്സിലായോ? മനസ്സിലായി കാണും. ഞാൻ വീണ്ടും ഒന്നോടെ ഇടാം. എല്ലാവരും എന്നോട് ചോദിച്ചു പോർക്കിൻ്റെ വീഡിയോ ഒന്ന് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ച ആൾക്ക് ഞാൻ കമൻറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും നീളത്തിൽ ഇങ്ങനെ ഇരിക്കണ കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണിച്ച് തന്നെ ചെയ്യാട്ടോ. അടുത്ത പ്രാവശ്യമല്ല, അധികം വൈകാണ്ട് തന്നെ ഞാൻ പോർക്കിൻ്റെ വീഡിയോ ഒന്നോടെ ഇടാം. അല്പം ഉപ്പും ചേർത്തൊന്ന് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ മുളകും, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് ആവശ്യമില്ല, ചേർക്കാറില്ല. ചിലർ ചേർക്കാറില്ല, ചിലർ ചേർക്കും. ഞാനിപ്പോൾ ഏതായാലും നമ്മൾ ഇതിനകത്ത് മുളക് കടിച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ചധികം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയും
മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾ വരട്ടി എടുത്തിട്ട് കാണാം കേട്ടോ. കണ്ടോ, പുളി ഒരു 3 അല്ലിപ്പുളി വെള്ളത്തിലിട്ട്. അത് കഴിഞ്ഞിട്ട് ചാള നന്നാക്കണ വീഡിയോ അതൊന്നും ഞാൻ ചേർക്കണില്ല. അപ്പം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടാന്ന് വെച്ചത്. പോർക്ക് വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ബീഫ് പോലെ പോർക്കിൻ്റെ അകത്ത് എത്ര പരിചയമുള്ള പോർക്ക് മേടിക്കാൻ നമ്മൾ പരിചയക്കാരൻ്റെ അടുത്ത് ചെന്നാലും ആ വെള്ളക്കഷ്ണം ഇല്ലാതെ പോർക്ക് നമുക്ക് കിട്ടില്ല. അകത്തെ ആ തൊലിക്കഷ്ണത്തോടു കൂടിയാണ് നമുക്ക് പോർക്കിൻ്റെ ഇത് തരുന്നത്. അപ്പോൾ അതാണ് ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങളോട് പറയണത്. ഞങ്ങൾ അങ്കമാലി തന്നെ കിടക്കണവരാണ്. നമുക്ക് ആ മാംസക്കഷ്ണം മാത്രം തരില്ല, നെയ്യുടെയും കൂട്ടിയാണ് അവരത് കട്ട് ചെയ്ത് നുറുക്കി തരുള്ളൂ. കഴുകി വാരി ചിലർ പോർക്ക് ഈ കല്യാണത്തിനൊക്കെ പോർക്ക് പുഴുങ്ങിയിട്ടാണ് അവർ ചെയ്യണത്. ഈ നീട്ടത്തിൽ പോർക്കിൻ്റെ ഫ്രൈ ഉണ്ടാക്കൂലേ, ഒക്കെ കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫിംഗർ ഫ്രൈ പേര് കിട്ടിയില്ല. അപ്പം അതൊക്കെയാണ്. ഇതൊന്ന് വരട്ടിയെടുക്കട്ടെ കേട്ടോ, വരട്ടിയെടുക്കാം. മുളക് ഉണ്ടോ, നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 1/2 കിലോ കേരയാണ്. ചൂരയുടെ ചേട്ടനാണോ അനിയനാണോ എന്നറിയില്ല. കേര അങ്ങനെ പറയും. വേപ്പില ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടായിരുന്നു കേട്ടോ. വേപ്പിലക്ക് ഇച്ചിരി ക്ഷാമമാണ് എനിക്ക്, എന്നാലും വേപ്പില ഇടാണ്ട് മീൻ വെക്കാൻ പറ്റും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ നമുക്കൊരു പാകമാണ്, ചെയ്ത് പഠിക്കണതാണ് ഇതെല്ലാം. അപ്പം ഞാൻ പോർക്കിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടല്ലോ, അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. പോർക്ക് വയ്ക്കുന്നവർ സൂപ്പറാണ്. പിന്നെ കഞ്ഞി തിളച്ചു. കഞ്ഞി എവിടെയും തിളക്കട്ടെ, അത് വാങ്ങി വെക്കണം. എന്നിട്ട് വേണം ചാളയുടെ തലയ്ക്ക് വേണ്ടി ഒരുത്തന്നെ അവിടെ ഇരുന്ന് തരാത്തിൻ്റെ. അപ്പം 3 പ്രാവശ്യത്തെ ഊണ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ചാളയാ. കുഴപ്പമില്ല. ചാള വറക്കാമെന്നും പറഞ്ഞ് വലിയ ചാളയുണ്ട്, വലിയ മീഡിയം സൈസ്, ചെറുതല്ല. അപ്പം അത് നന്നാക്കണം. വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒന്ന് പറ്റിച്ച് കാണിക്കും. എല്ലാം വലിയ പീസാണ് കണ്ടോ, കുഴപ്പമില്ല. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അങ്ങോട്ട് പറക്കിയിടാം. ഞാൻ അപ്പോഴത്തേക്കും ചോറൊന്ന് എടുത്ത് വെക്കട്ടെ അതിലേക്ക്. കഴിക്കട്ടെ. കഞ്ഞി തിളച്ചിനി ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ എന്താ വിശേഷം? ഇതാണ് ഇന്നത്തെ. മഴയുണ്ട് കേട്ടോ. മഴക്കാലത്ത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഒരുപാട് അപകടങ്ങൾ. ഇതിപ്പോൾ ഒരു KSRTC മറിഞ്ഞ കാര്യം പറയണു. എന്താ ചെയ്യണല്ലേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. റോഡ് നമ്മൾ സ്ലിപ്പായി പോകും പെട്ടെന്ന്. ബ്രേക്ക് പിടിച്ചു കൊടുത്ത് കിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. തിളച്ച് കഴിഞ്ഞിട്ട്
വരണ്ട് ഓരോന്നായിട്ട് പറക്കി. വെള്ളം വേണമെങ്കിൽ പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഞാൻ ഈ കേരയുടെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ചാർ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അച്ചാറിടാൻ സൂപ്പറാണ് കേര. അവിടെ ഇരുന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പണി തന്നെയുണ്ട്. ചാള നന്നാക്കി വറുത്തിടും. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വരട്ടിയപ്പോൾ ഉപ്പ് ഇട്ടാണ് വരട്ടിയത്. കണ്ടോ, ഇതിൻ്റെ കൂടെ അല്പം ഉലുവപ്പൊടി, അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമ്മുടെ മീൻ എന്തായിരുന്നു നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ടോ, വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഉപ്പുണ്ടോ, മുളകുണ്ടോ, പുളിയുണ്ടോ നോക്കണം. അടിപൊളി കണ്ടോ. നമുക്കേ മുളകൊന്നും അധികമില്ല കേട്ടോ. ഇറക്കി വെക്കാൻ നേരത്തെ അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് വരട്ടിയേ, കുഴപ്പമില്ല. ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടോ, സൂപ്പർ. ഇനിയിപ്പോൾ ഇത് മൺചട്ടിയല്ലേ, ഇരുന്ന് തന്നെ പറ്റിപ്പോകും, തന്നെ പറ്റി തെളിഞ്ഞു വരും. അപ്പം ഞാൻ ഈ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചാള നന്നാക്കാൻ പോയി. ചാള നന്നാക്കിയതുണ്ടല്ലോ. ചാള നാടൻ ചാളയല്ല, വരവ് ചാളയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയത് ഇഞ്ചിയും വെളുത്തുള്ളി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെയും ചേർത്ത് പേസ്റ്റ് ആക്കി എടുത്തു. എന്നിട്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനകത്ത് നെയ്യില്ല ഈ ചാളക്കകത്ത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. കണ്ടോ, മീൻകറി അടിപൊളി. ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് വാർക്കണം. അടുക്കള ഇതാണ് എൻ്റെ സാമ്രാജ്യം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബായ്. വെയിൽ കളിയുണ്ട്, തുണിയൊക്കെ നല്ല കഴുകിയിട്ടു. ഓക്കെ, ബായ്. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. കഷ്ണം കാണിച്ചു തരാം. പറ്റി വരുമേ, അടിപൊളിയാണ്.